എൻ്റെ എല്ലാ 7ാം ക്ലാസ്സിലെ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? മിസ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. സുഖമാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എടാ, കമൻറ്റ് ബോക്സിൽ സുഖമാണോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞാലും മിസ്സിന് കൂടുതൽ കുട്ടികളെയൊക്കെ പരിചയപ്പെടാമല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പേരൂടെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സമാന്തര വരകൾ എന്ന് പറയുന്ന 1ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ 1ാമത്തെ ഭാഗം മിസ് ജസ്റ്റ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കാം. നിങ്ങൾ ആ ഭാഗം നന്നായിട്ട് കാണണം കേട്ടോടാ. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം. എന്നാലും ഒന്നും കൂടെ കണ്ട് നന്നായിട്ട് പഠിച്ച ശേഷം മാത്രം എന്ത് ചെയ്യുക? ഈ ഭാഗം ഒന്ന് കാണാം കേട്ടോ. സിമ്പിളാണ്, ഒരുപാടൊന്നും പഠിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ കേട്ടോ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ചിത്രം. നിങ്ങൾക്ക് ഇതൊരു ലെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ? നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഒരു ലെറ്റർ ആയിട്ട് തോന്നും. ഏത് ലെറ്റർ ആടാ? ഇസഡ് ആണല്ലേ. നിങ്ങൾക്ക് അപ്പോളെ പിടികിട്ടി, ഇസഡ് ആണെന്ന് പിടികിട്ടി അല്ലേ. മുകളിലെയും താഴത്തെയും വരകൾ സമാന്തരമാണ്. ഈ മുകളിലെ വര എന്ന് വെച്ചാൽ ഏതാടാ? ഈ ഒരു ലൈനും അതേപോലെ ഈ ഒരു ലൈനും എന്താണ്? സമാന്തരമാണ്. അപ്പോൾ ഓവർ ഒന്നും ആലോചിക്കണ്ട. എന്താന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താ പറയുന്നേ? എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഉണ്ടായിരിക്കുന്ന കോണെന്ന് പറയുന്നത് 45 അല്ലേടാ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോണും എത്ര തന്നെയായിരിക്കും? 45 ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന കോണ് 45 ആയതുകൊണ്ട് മുകളിൽ ഉണ്ടാകുന്ന കോണും എത്ര തന്നെയാണ്? 45 ആണ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതെങ്ങനെയാണ് വന്നേ എന്നാണ് പറയുന്നത്. ഇത് 2 സമാന്തര വരകളാണ്. ഇത് 2 എന്താണ്? സമാന്തര വരകളാണ്. ഇവിടെ നിന്ന് ഇതിനെ കട്ട് ചെയ്ത് പോയേക്കാണല്ലോടാ. ഇവിടെ നിന്ന് ഇതിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് പോയേക്കാണ് അല്ലേ. ഇനി മിസ് ഇത് വായിക്കുകയാണ്. 2 സമാന്തര വരകൾ കണ്ടു, അതിനെ കട്ട് ചെയ്ത് പോയേക്കുന്നത് കണ്ടു അല്ലേ. ഇനി നെക്സ്റ്റ് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മോളോട്ട് പോയിട്ട് ഇതിങ്ങനെ പോയേക്കല്ലടാ. ആണോ? ശരിയാണോ? ഇസഡ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണോ ആംഗിൾ അതേ ആംഗിൾ ആയിരിക്കും ഇവിടെയും. പിടി കിട്ടിയോ? ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 45. ഇനി ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 40. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 30 ആണ്. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 50 ആയിരിക്കും. പിടി കിട്ടിയോ? അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ സാധനമാണേ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി അപ്പോൾ മുകളിലും താഴെയുമുള്ള സമാന്തര വരകളെ ചെരിഞ്ഞ വര മുറിച്ചു കിടക്കുന്ന കോണുകളിലെ ചെറിയ 2 ആദ്യത്തെ ചിത്രത്തിലെ കോണുകൾ എന്നത് കാണാം. അതിനാൽ ഇവയ്ക്ക് ഒരേ അളവാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഒരേ അളവാണെന്ന് ഓൾറെഡി പറഞ്ഞു. അതായത് മുകളിലെ കോൺ 45 തന്നെ. അതായത് മുകളിലെ കോൺ നമ്മൾ പറഞ്ഞു അല്ലേ, 45 ആണെങ്കിൽ 45 ആണ്, 50 ആണെങ്കിൽ 50 ആണ്, 60 ആണെങ്കിൽ 60 ആണ്. ശരിയല്ലേടാ? അതേല്ലേ. ഇനി ചിത്രം ഇങ്ങനെയായാലോ? ചിത്രം എന്ത് ചെയ്തിട്ടുണ്ട്? നേരെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിത്രം എന്ത് ചെയ്തിട്ടുണ്ട്? നേരെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എടാ ഒന്ന് നോക്കിക്കേടാ. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. പുസ്തകം ഒന്ന് നേരെ പിടിച്ചു നോക്കിക്കേ. ഇതും എന്ത് തന്നെയാണ്? ഒരു ഇസഡ് തന്നെ അല്ലേടാ. എടാ ഇവിടെ 40 ആയാൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 40 ആണ്. ഇവിടെ 50 ആയാൽ ഇവിടെയും എത്ര തന്നെയാടാ മക്കളെ? 50 തന്നെയാണ്. ശരിയല്ലേ? അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷന് വഴിയുണ്ടോ? ഒരു കൺഫ്യൂഷനും ഇല്ല അല്ലേ. പുസ്തകം നമ്മൾ അങ്ങ് നേരെ തിരിച്ചു പിടിച്ചു, നമുക്ക് ആംഗിൾ കിട്ടിയില്ലേ, അല്ലെങ്കിൽ കോണ് കിട്ടി. ഇത് ആദ്യത്തെ ചിത്രം തന്നെ. കോൺ അല്പം മാറ്റി ഒന്ന് കറക്കി വെച്ചതല്ലേ. ശരിയല്ല? കോൺ അല്പം ഒന്ന് മാറ്റി ഈ പിക്ചർ എന്ത് ചെയ്തു? നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഒന്ന് തല തിരിച്ചു വെച്ചു അല്ലേ. മറ്റേ കോൺ എത്രയാണ്? ഇനി ചിത്രം നോക്കൂ. മറ്റേ കോൺ എത്ര തന്നെയാണ്? 40 തന്നെയാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല അല്ലേ. ഇനി ഈ ചിത്രം നോക്കൂ. ഇനി എന്ത് കൊടുത്തിട്ടുണ്ട്? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കാം. ഈ ചിത്രത്തില് ഇവിടെ 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 30. ഇവിടെ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ കോൺ എത്രയാണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. നമുക്ക് പറയാം. കുത്തനെയുള്ള വരകൾ സമാന്തരമാണ്. കുത്തനെയുള്ള വരകൾ എന്ന് വെച്ചാൽ ഏതാടാ? ഈ ഒരു വരയും എന്താണ്? സമാന്തരമാണ്. പക്ഷേ അവ രണ്ടിനെയും മുറിച്ചു കിടക്കുന്ന വരയൊന്നുമില്ലല്ലോ. ഇവയെ മുറിച്ചു കിടക്കുന്ന വരകൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ. കുത്തനെ ഒരു വര കൂടി വരച്ചാലോ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഇങ്ങോട്ടും ഉള്ള അളവിനെ കറക്റ്റ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഒരു വര കൂടി വരച്ചു. ഇനി എന്താ പറയണേ? ഇപ്പോൾ നടുവിലെ കോണും 2 ഭാഗമായി അല്ലേടാ. ഇവിടുത്തെ കോൺ എത്രയാ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നടുവിലെ കോണും എന്തായിട്ട് മാറി? 2 ഭാഗമായിട്ട് മാറിയില്ലേ. അതിലെ ഇടതുഭാഗം കണക്കാക്കാമല്ലോ. അപ്പൊ ഇടതുഭാഗം എത്രയാണ്? ഇവിടെ 30 ആണെങ്കിൽ എത്രയാണ്? ഇത് നോക്കിക്കേടാ. ഇതൊരു ഇസഡ് ആയിട്ട് മാറിയില്ലേ? നോക്കിക്കേ മക്കളെ. എടാ തിരിച്ചു നോക്കിക്കേ. പുസ്തകം ഒന്ന് തിരിച്ചു നോക്കിക്കേ. ഇസഡ് ആയിട്ട് മാറിയില്ലേ. അപ്പൊ ഇവിടെ 30 ആയപ്പോ ഇവിടെ എത്രയാടാ? 30 തന്നെയാണ് അല്ലേ. ഇവിടെ 30 ആയപ്പോ അവിടെ എത്ര തന്നെയാണ്? 30 ആണ്. ഇനി പറഞ്ഞിട്ടുണ്ട് ഈ നടുവിലെ കോൺ എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 2 ആയിട്ട് നമ്മൾ വിഭജിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെയാണ്? 30 ആണ്. എടാ വീണ്ടും ഇതൊരു ഇസഡ് ആയോ? നോക്കിക്കേ. ഇസഡ് ആയില്ലേടാ. അപ്പൊ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെ ആയിരിക്കും? 30 തന്നെ ആയിരിക്കും അല്ലേ. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഇനി നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അത് പലതായി എടുത്തു വരച്ച് നോക്കാം. അത് നമുക്ക് എന്തായിട്ട് നോക്കാം? പലതായിട്ട് എടുത്തു വരച്ച് നോക്കാം അല്ലേ. ഇവിടെ നോക്കിക്കേ, പലതായിട്ട് എടുത്തു വരച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്രയാണ് കൊടുത്തേക്കുന്നത്? ഇത് 30 അല്ലേ. ഇത് എത്രയാണ് കൊടുത്തേക്കുന്നത്? 30. ഇവിടെയും എത്രയാണ്? 30. അപ്പൊ അത് രണ്ടും പിടി കിട്ടിയല്ലോ. ഇനി നോക്കിക്കേടാ, ഇവിടെ കോൺ കൊടുത്തേക്കുന്നത് 40. ഇത് 40 ആണെങ്കിൽ ഈ ഒരു ഇസഡ് ഇങ്ങനെ പോവല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ ഇസഡിന്റെ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെയാണ്? 40 തന്നെയാണ് കേട്ടോ. ഇനി വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇസഡ്. അതിന്റെ ഒരു ഭാഗം 30, ഒരു ഭാഗം എത്രയാണ്? 30 കേട്ടോ. ആ രണ്ട് ഭാഗം എത്ര തന്നെയാണ്? 30. ഇതാ എടാ, ഇവിടെ വേറൊരു ഇസഡ് വരുന്നുണ്ടോ? ഇവിടെ എന്തുണ്ട്? വേറൊരു ഇസഡ് ഉണ്ട്. ഇതാ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു കുഞ്ഞ് ഇസഡ് കണ്ടോടാ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്, അല്ലെങ്കിൽ കോൺ എത്രയാണ്? 20. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോണും എത്ര തന്നെയാണ്? 20 ഡിഗ്രി തന്നെയാണ് അല്ലേ. ചിത്രം ഭംഗിയാകണമെങ്കിൽ ഈ കോൺ എത്രയായിട്ട് എടുക്കണം? ചിത്രം ഭംഗിയാകണമെങ്കിൽ ഈ കോൺ എത്രയായിട്ട് എടുക്കണടാ? 30 എല്ലാം 30 ആയെങ്കിൽ ആ ചിത്രത്തിനൊരു ഭംഗിയുള്ളൂ അല്ലേ. നോക്കിക്കേടാ, ഇവിടെ 30 അല്ലേ, ഇവിടെ 30, ഇവിടെ 30, ഇവിടെ 30, ഇവിടെ 30, ഇവിടെ 30, എല്ലാം 30 ആണെങ്കിൽ ആ ചിത്രത്തിന് എന്തുള്ളൂ? ഒരു ഭംഗിയുള്ളൂ അല്ലേ. എൻ്റെ കുഞ്ഞു കൂട്ടുകാർ ഈ ചിത്രം ഒന്ന് വരച്ച് നോക്കണം കേട്ടോടാ. നല്ല ഭംഗിയിൽ എന്ത് ചെയ്യണം? ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. ഇനി കൊടുത്തേക്കുന്നത് മറ്റൊരു ചോദ്യം. ചുവടെയുള്ള സാമാന്തരികത്തിന്റെ മറ്റു കോണുകൾ കണക്കാക്കാമോ? എത്രയാണ്? മറ്റു കോണുകൾ കണക്കാക്കണം കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കോൺ എത്രയാണ് കൊടുത്തേക്കുന്നത്? ഇവിടെ കോൺ കൊടുത്തേക്കുന്നത് എത്രയാണ്? 55 എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. കോൺ എത്രയാണ് കൊടുത്തേക്കുന്നത്? 55. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കോണും കണ്ടുപിടിക്കണം, ഈ കോണും കണ്ടുപിടിക്കണം. ശരിയല്ലേടാ? അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ, എങ്ങനെയാ കോൺ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നോക്കിക്കേടാ, ഇവിടെ പറഞ്ഞിട്ടുണ്ടേ. ഇത് നമ്മൾ എന്ത് ചെയ്തു? ഈ സാമാന്തരികത്തിന്റെ ഇതല്ലേ സാമാന്തരികം എന്ന് പറയുന്നത്. അതിന്റെ ലൈൻസ് ഒക്കെ അങ്ങോട്ട് നീട്ടി. ഇവിടെ ഉള്ളത് ഇതാ ഇങ്ങോട്ട് നീട്ടി, ഇത് ഇങ്ങോട്ട് നീട്ടി, ഈ ഒരു ലൈന് മുകളോട്ടും ഈ ഒരു ലൈനെ ഇങ്ങോട്ട് നീട്ടി, താഴോട്ട് നീട്ടി കേട്ടോ. ഇനി ഇവിടെ എത്ര വന്നേക്കുന്നത്? 55 വന്നേക്കുന്നത്. ഇവിടെ എത്ര വന്നേക്കുന്നത്? 55 വന്നിരിക്കുന്നത്. ശരിയല്ലേടാ? ഈ കോണുകളിലെ ഒരു ചെറിയ കോണും വലിയ കോണുമാണ്. 55 ഡിഗ്രി കോണും അതിന് മുകളിലെ കോണും. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ, ഇതൊരു വലിയ കോണുമാണ്, ഇതെന്താണ്? ഒരു ചെറിയ കോണുമാണ്. ഇതൊരു വലിയ കോണുമാണ്, ഇതെന്താണ്? ഒരു ചെറിയ കോണുമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടേണ്ട വരൂടാ? 180 കിട്ടണം അല്ലെ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ നമുക്ക് ഈ കോൺ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഏത് കോണാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്? ഈ മുകളിലെ കോൺ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എങ്ങനെ ചെയ്താൽ മതി? 180 നിന്ന് എത്ര മൈനസ് ചെയ്യണടാ? 55 മൈനസ് ചെയ്യണം കേട്ടോ. 180 നിന്ന് എത്ര മൈനസ് ചെയ്യണം? 55. 180 നിന്ന് 55 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 125. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആംഗിൾ എത്രയാടാ? 125 എന്നായിരിക്കും കേട്ടോ. ഇവിടെ വന്നിരിക്കുന്ന ആംഗിൾ എത്രയാണ്? 125. എടാ, ഇനി നോക്കിക്കേടാ, ഇനി നമുക്ക് ഇതും കണ്ടുപിടിക്കണം, അതേപോലെ ഇതും കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഇത് മിസ് ജസ്റ്റ് ഒന്ന് നീട്ടി വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചു കണ്ടോടാ. അപ്പോൾ ഇതൊരു വലിയ കോണല്ലേ, ഇതൊരു വലിയ കോണല്ലേ അല്ലേടാ? ഇതൊരു വലിയ കോണാണ് അല്ലേ. ഇനി മിസ് ഇത് ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ചേ. നീട്ടി വരയ്ക്കുമ്പോൾ ഇതെന്താണ്? ഇതൊരു ചെറിയ കോണല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴും നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണ്ടേ. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 125ഉം ഇതെത്രയാണ്? 55ഉം ആയിരിക്കും കേട്ടോ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ കോണായതുകൊണ്ട് ഇത് എത്രയാണ്? 55ആണ്. ഇത് വലിയ കോണായതുകൊണ്ട് ഇത് എത്ര വന്നു? 125 എന്ന് വന്നു കേട്ടോ. അപ്പം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പിക്ചർ ഒന്ന് നീട്ടി വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലെ കോൺ എത്രയാണ്? 125ഉം താഴത്തത് 55ഉമാണ്. ഇനി 55 ഡിഗ്രി കോണിന്റെ വലത് ഭാഗത്ത് അടയാളപ്പെടുത്തിയ കോൺ കണക്കാക്കുക. ഇനി അപ്പുറ ഭാഗത്ത് ഇവിടെ ഇതുണ്ടോ? നമ്മൾ ഓൾറെഡി കണക്കാക്കിയില്ലേടാ. ഈ ഭാഗത്തെ കോണും എത്ര തന്നെയാണ്? വലിയ കോണായതുകൊണ്ട് ഇത് 125ആണ്. എടാ, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇതും വലിയ കോണാണ്, ഇതും ചെറിയ കോണല്ലേ. അപ്പൊ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ നോക്കിക്കേടാ. ഇവിടെ കൊടുത്തിട്ടുണ്ടേ. ഓക്കെ, ഇതുപോലെ നാലാമത്തെ കോണും കണക്കാക്കി കൂടെ ചെയ്ത് നോക്കൂ. ഓക്കെ, ഈ കോണിലെ ഒരു ചെറിയ കോണും വലിയ കോണുമാണ് 55. അതിലെ വലതുവശത്തുള്ള കോണും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ മോളിൽ കണക്കാക്കിയത് തന്നെ അല്ലേ. ഇത് 55, ഇതും എത്ര തന്നെയാണ്? 55. ഇത് 125. ഇത് എത്ര തന്നെയാടാ? 125. ശരിയല്ലേടാ? അപ്പൊ ഓപ്പോസിറ്റുള്ള ഈ രണ്ട് ആംഗിൾസ് തുല്യമാണ്. ഈ രണ്ട് കോണുകളും എന്താണ്? തുല്യമാണ്. ഈ രണ്ട് കോണുകൾ തുല്യമാണ്. ഈ രണ്ട് കോണുകളും എന്താണ്? തുല്യമാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.